പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കുടുംബത്തെ സ്നേഹിക്കുന്ന നല്ല സ്നേഹമുള്ള ഒരു അച്ഛൻ, നാട്ടുകാർക്കൊക്കെ നല്ല അഭിപ്രായമുള്ള നല്ലൊരു മനുഷ്യൻ, കുടുംബത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു പാവം മനുഷ്യൻ. ആ ഒരു മനുഷ്യന് എങ്ങനെ ഇത് സാധിച്ചു എന്നാണ് ആളുകൾ അഭിപ്രായപ്പെടുന്നത്. സംഭവം മറ്റൊന്നുമല്ല, ഇങ്ങനെ ഒരു പാവം മനുഷ്യൻ സ്വന്തം മകളെ എങ്ങനെ കൊല്ലാൻ കഴിഞ്ഞു എന്ന്. ഇത്രക്ക് നല്ലൊരു മനുഷ്യന് ഇതെങ്ങനെ സാധിച്ചു എന്നാണ് നാട്ടുകാരെ അത്ഭുതപ്പെടുത്തിയത്. ഇതറിഞ്ഞവരും കേട്ടവരും ഒന്നും വിശ്വസിക്കാൻ തയ്യാറല്ല ഈ മനുഷ്യൻ ഇങ്ങനെ ചെയ്തു എന്ന്. ആ ഒരു സംഭവത്തിലേക്കാണ്, ആ ഒരു കുടുംബത്തിലേക്കാണ് നമ്മൾ ഇന്ന് കയറി ചെല്ലാൻ പോകുന്നത്. ഞാൻ ഈ ഒരു വീഡിയോ ന്യൂസിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്. ഈ പാവം മനുഷ്യൻ എന്തിന് ഈ മകളോട് ഇങ്ങനെ ചെയ്തു? ആ ഒരു ചോദ്യത്തിനാണ് ഇന്നൊരു ഉത്തരവുമായി ഞാൻ വന്നിരിക്കുന്നത്. ഈ ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. ഇത് ന്യൂസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്. മാരിക്കുളം തെക്ക് പഞ്ചായത്ത് 15-ാം വാർഡ് ഓമനപ്പുഴ കുടിയാംശ്ശേരിയിലെ ഏഞ്ചൽ ജാസ്മീനാണ് ഇതുപോലെ മരണപ്പെട്ടിരിക്കുന്നത്. സംഭവത്തിൽ പിതാവ് ജോസ്മോനെ മണ്ണഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അമ്മ ജെസിക്ക് ഈ കൃത്യത്തിൽ പങ്കുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കും. സംഭവം നടന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. അമ്മയുടെ കൺമുന്നിൽ വെച്ചാണ് സ്വന്തം മോളെ അച്ഛൻ കഴുത്ത് ഞെരിച്ച് കൊന്നുകളഞ്ഞത്. ജോസ് മോളെ കഴുത്ത് ഞെരിച്ച് കൊന്നു എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഓമനപ്പുഴ ഗ്രാമം മൊത്തം ഞെട്ടിപ്പോയി. കാരണം ആ മനുഷ്യൻ വെറും ഒരു പാവമായിരുന്നു. ആ ഒരു പാവത്തിന് ഇതെങ്ങനെ സാധിച്ചു എന്നാണ് അവിടെയുള്ള നാട്ടുകാർ അന്തം വിട്ടുപോയത്. ജോസ്മോനെ കുറിച്ച് നാട്ടുകാർക്കൊക്കെ നല്ല അഭിപ്രായമായിരുന്നു. സൽ സ്വഭാവിയായിരുന്നു, നല്ലൊരു മനുഷ്യനായിരുന്നു. അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്ന ആളുമല്ലായിരുന്നു. ഇണതെറ്റിയാൽ നീർക്കോലിയും കടിക്കുമെന്നൊക്കെ പണ്ടുള്ള ആൾക്കാർ പറയുന്ന കേൾക്കാം. അത്യാവശ്യം ജീവകാരുണ്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു മനുഷ്യനും കൂടിയാണ്. എന്നിട്ടും ഈ 28 വയസ്സ് പ്രായമുള്ള സ്വന്തം മകളെ ഇയാൾക്ക് എങ്ങനെ കൊല്ലാൻ സാധിച്ചു എന്ന് പോലീസിനോട് കരഞ്ഞുകൊണ്ട് ഇദ്ദേഹം പറയുകയാണ്, സഹികെട്ടാണ് സാറേ ഞാൻ ഇത് ചെയ്തു പോയത് എന്ന്. ഇങ്ങനെ സഹികെടാൻ മാത്രം ഈ ഒരു പാവം മനുഷ്യനിൽ ഉണ്ടാക്കിയ വേദന എന്തായിരിക്കും? ഈ ഒരു പാവം അച്ഛൻ ഇങ്ങനെ ചെയ്യണമെങ്കിൽ ആ മകൾ എങ്ങനെയുള്ള ആളായിരിക്കും? നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ചിന്തിച്ചാൽ സംഭവം പിടികിട്ടും. അത് തന്നെ ജോസ്മോൻ പോലീസുകാരോട് പറഞ്ഞത് തൻ്റെ മകളെക്കുറിച്ചായിരുന്നു, കൊല്ലാനുള്ള കാരണത്തെക്കുറിച്ചായിരുന്നു. അവൾ ആളൊരു ശുണ്ടിക്കാരിയായിരുന്നു, വീട്ടിലെ ഒരു വില്ലത്തിയായിരുന്നു. എല്ലാവരെയും ഉപദ്രവിക്കുകയും പറഞ്ഞാൽ അനുസരിക്കാത്ത സ്വഭാവം. നല്ലൊരു അച്ഛൻ്റെ മകൾ തന്നെ. നല്ലൊരു അച്ഛന് ഇങ്ങനെ ഒരു മകൾ എങ്ങനെ ജനിച്ചു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇന്നത്തെ ആളുകളൊക്കെ കാലത്തിനനുസരിച്ചുള്ള ജീവിതമാണ്. പോലീസിനോട് പറയാണ് ആ മനുഷ്യൻ, സഹികെട്ടാണ് സാറേ ഞാനിങ്ങനെ ചെയ്തു പോയത് എന്ന്. അദ്ദേഹം വല്ലാത്തൊരു വേദനയിലാണ്. ഇതുമാത്രമായിരുന്നു പോലീസിൻ്റെ ചോദ്യത്തിൽ ഈ ഒരു പാവം മനുഷ്യൻ്റെ കുറ്റസമ്മതം. ജാസ്മിൻ്റെ കൊലപാതക വാർത്തകൾ നാട് മൊത്തം അറിഞ്ഞപ്പോൾ ആരും വിശ്വസിച്ചില്ല. കാരണം ഈ മനുഷ്യനെ ആളുകൾക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ. ആ വീട്ടിൽ അത്തരമൊരു സംഭവം ആരും പ്രതീക്ഷിച്ചിട്ടുമില്ല. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ആ മനുഷ്യൻ്റെ ക്ഷമ. ആ മനുഷ്യൻ നല്ലൊരു മനുഷ്യനായതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ചെയ്യേണ്ടി വന്നത് സ്വന്തം മകളോട്. ജാസ്മിനെ കുറിച്ച് നാട്ടുകാർക്ക് പറയാനുള്ളത് ജാസ്മിൻ അടിപൊളിയാണെന്നാണ്. വിവാഹം കഴിപ്പിച്ചയച്ച സ്വന്തം ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് പോലും വഴക്കിട്ട് വന്നിരിക്കുകയാണ് ഈ ഒരു പെൺകുട്ടി. എന്നിട്ട് അച്ഛൻ്റെയും അമ്മയുടെയും കൂടെയാണ് താമസം. അവിടെയും വഴക്ക് തന്നെ. ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും വഴക്കിട്ട് വന്ന ഈ ഒരു പെൺകുട്ടി സ്വന്തം വീട്ടിലും വഴക്ക് തന്നെ. ഒരച്ഛൻ്റെ മാനസിക നില തെറ്റാൻ വേറെന്താണ് വേണ്ടത്? പാവം മനുഷ്യനാണെന്ന് കരുതി ആ ഒരു മനുഷ്യനും സഹിക്കുന്നതിന് ഒരതിരില്ലേ? പക്ഷേ ഈ വഴക്കുണ്ടാകാനുള്ള കാരണം എന്താണെന്ന് ഇതുവരെ ആർക്കും വ്യക്തമല്ല. ചൊവ്വാഴ്ച രാത്രി 11 മണിക്കാണ് ഈ ഒരു കൊലപാതകം നടത്തിയത്. കൊലപാതക സമയത്ത് ഈ അമ്മയും കൂടെയുണ്ടെന്ന് പോലീസിനോട് അമ്മ പറയുകയുണ്ടായി. അതാണ് പറഞ്ഞ അമ്മയുടെ കൺമുന്നിൽ വെച്ചാണ് കഴുത്ത് ഞെരിച്ച് മകളെ കൊന്നത് എന്ന്. കഴുത്ത് ഞെരിച്ച് കഴുത്തിലെ 2 രക്തക്കുഴലും പൊട്ടിയാണ്
മരണം സംഭവിച്ചത് എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. ചൊവ്വാഴ്ച മരണപ്പെട്ടു. ബുധനാഴ്ച രാവിലെ മകൾ മരിച്ചു എന്നുള്ള വിവരം അവിടെയുള്ള അയൽവാസികളെ വിവരം അറിയിക്കുകയായിരുന്നു. പോലീസിനെ വിവരം അറിയിക്കുന്നു. പോലീസ് സ്ഥലത്തെത്തി മൃതദേഹം ചെട്ടിക്കാട് ആശുപത്രിയിലേക്ക് മാറ്റുന്നു. പോലീസുകാരുടെ ചോദ്യത്തിൽ നമുക്ക് മനസ്സിലായത് ഈ മകളെ ഇതുപോലെ കൊല്ലാനുള്ള കാരണം ആ അച്ഛൻ സഹികെട്ടാണ്. വിവാഹം കഴിപ്പിച്ചയച്ച ഭർത്തു വീട്ടിൽ നിന്നും വഴക്കിട്ട് വന്ന് ഇവിടെയും ഈ വീട്ടിലും ആകെ ബഹളമായിരുന്നു. എല്ലാവരുമായി വഴക്കായിരുന്നു, അടിയായിരുന്നു, ആകെ പ്രശ്നമായിരുന്നു വീട്ടിൽ. കൊല്ലാനുള്ള മുഖ്യ റീസൺ പറയുന്നത് ഈ ഒരു പെൺകുട്ടി രാത്രി പുറത്തു പോകാറുണ്ടത്രേ. അതിനെ ചൊല്ലിയാണ് ഇത്രയ്ക്കും വലിയൊരു പ്രശ്നമുണ്ടായത്. മകളെ കൊന്നതിനുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കാരണം ഏഞ്ചൽ രാത്രി പുറത്തു പോകുന്നതിനെ ചൊല്ലിയുള്ള തർക്കം കൊലപാതകത്തിലേക്ക് എത്തിച്ചു. എവിടെയായിരുന്നു ഏഞ്ചൽ പോകുന്നത്? കൂടുതൽ വിവരങ്ങൾ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രതിയായ അച്ഛൻ തന്നെയാണ് മൊഴി നൽകിയിരിക്കുന്നത്. മകൾ സ്ഥിരമായി രാത്രി പുറത്തിറങ്ങുന്നത് പിതാവെന്നും ചോദ്യം ചെയ്തിരുന്നു. തുടർന്നുണ്ടായ തർക്കമാണ് ഇങ്ങനെ ഒരു കൊലപാതകത്തിലേക്ക് എത്തിച്ചത്. ഭർത്താവിൽ നിന്നും വഴക്കിട്ട് വന്ന ഈ ഒരു പെൺകുട്ടി രാത്രി പുറത്തിറങ്ങുന്നതിന് അച്ഛൻ തടയുക. ബാക്കിയൊന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. കൂടുതൽ വാർത്തകളും വിവരങ്ങളും വിശദീകരണങ്ങളും ഇനിയും വരണമത്രേ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ മരണവിവരവുമായി അറിയാൻ കഴിഞ്ഞത്. ഇൻഷാ അല്ലാഹ് എല്ലാവരെയും തൊട്ട് കാക്കട്ടെ. പടച്ച റബ്ബ് എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.